ഇനിയിപ്പോ എന്തായാലും കേരളത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. കാരണം പിണറായി സർക്കാർ ഭരിച്ച 10 വർഷം പോലെ ആവില്ല കേരളത്തിൽ. അതേപോലെ തന്നെ സ്കൂളിലെ കുട്ടികൾക്കുള്ള ഫുഡ്, അതിന് ഉച്ചക്കഞ്ഞി വിതരണം ഉണ്ടാവും. ഉച്ചയ്ക്ക് കഞ്ഞി ഉണ്ടാവും. നേരത്തെ ബിരിയാണി, മുട്ട, അത് ഇത്, നഴ്സറി കുട്ടികൾക്ക് ബിരിയാണി, അത് ഇത്, ചോറ്, അങ്ങനെ സദ്യയൊക്കെ ആയിരുന്നു. ഇനി അതൊന്നും ഉണ്ടാവില്ല. ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. കഞ്ഞിയും പയറുണ്ട്, ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. പിന്നെ ഇനിയിപ്പോ ബുക്കൊക്കെ നേരത്തെ കൂട്ടി തന്നെ കിട്ടും. അതായത് ഈ വർഷത്തെ ബുക്ക് അടുത്ത വർഷം കൊടുക്കും, അത് വേറെ സത്യം. പിന്നെ അതേപോലെ തന്നെ ആശാ വർക്കർമാർക്ക് ഇനിയിപ്പോ 21,000 രൂപ 2 ദിവസം കഴിഞ്ഞ് മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ കൊടുക്കും ആശാ വർക്കർമാർക്ക്. പിന്നെ നമ്മുടെ അച്ഛനമ്മമാർക്ക് പിണറായി വിജയൻ 2,000 രൂപ പെൻഷൻ കൊടുത്തേണ്ടിണ്ട്. ഇനിയിപ്പോ കോൺഗ്രസ് 6,000 രൂപ പെൻഷൻ കൊടുക്കും. എന്റെ പൊന്നോ പോരെ ഇനി. 6,000 രൂപ പെൻഷൻ കിട്ടും. അതേപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്. KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് ഫ്രീ യാത്രയാണ്. ഇനി ബസ്സിൽ കയറിയിട്ട് അങ്ങ് കയറിയിരുന്നായി. ടിക്കറ്റ് കണ്ടക്ടർ ചോദിക്കും, ടിക്കറ്റ് എന്ന് ചോദിക്കുമ്പോ എന്തൊരു ടിക്കറ്റ്? സതീഷ് അണ്ണൻ പറഞ്ഞല്ലോ ഫ്രീ ആണ്. സതീഷ് അണ്ണൻ പറഞ്ഞിട്ടുണ്ട് ഫ്രീ ആണെന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങ് ഇരുന്നാ മതി. ചോദിക്കും ടിക്കറ്റ് എവിടെ നോക്കുമ്പോ സതീഷ് അണ്ണൻ പറയും. ടിക്കറ്റ് എവിടെ? സതീഷ് അണ്ണൻ തരും. ഇങ്ങനെ പറഞ്ഞാൽ മതി സ്ത്രീകള്. പിന്നെ അറിയുന്നത് വയനാട് ടൗൺഷിപ്പ് ഉണ്ടല്ലോ. വയനാട് ടൗൺഷിപ്പ് ഇന്നിപ്പോ ലീഗാണ് കൈകാര്യം ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പൊ ഇനി എല്ലാവർക്കും കൃത്യമായിട്ട് കിട്ടും. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, എല്ലാവർക്കും കൃത്യമായിട്ട് കിട്ടും. അവിടെ മരിച്ചുപോയ ആൾക്കാർക്കും അവിടെ താമസിക്കുന്നവർക്കും അല്ല, ലീഗിന്റെ മെമ്പർമാർക്കും ലീഗിന്റെ ടീമിനും ഒക്കെ മൊത്തത്തിലൊക്കെ കിട്ടുമെന്നാ പറഞ്ഞത്. അങ്ങനെ എന്തായാലും മൊത്തത്തിൽ കേരളത്തിന് കോളടിച്ചിരിക്കുന്നുണ്ട്. പിണറായി ഭരിച്ച 10 വർഷം എന്ത് ഭരണമായിരുന്നു. നാട്ടിൽ കുറെ പാലങ്ങളും സ്കൂളുകളും റോഡുകളും ആശുപത്രികളും ഇതൊക്കെ അല്ലേ വികസിപ്പിച്ചെടുത്തത്. ഇനി എവര് വികസിപ്പിച്ച് തരൂടെ കേരളം? കണ്ടു നോക്ക്. പിണറായിയൊക്കെ എന്താ ചെയ്ത 10 വർഷം. ഇനിയാണ് മോനെ കേരളം കാണാൻ കിടക്കുന്ന വികസനങ്ങള്. ഇനി അവര് തിരിച്ചു വരും. ആരെന്നറിയോ? മെഴുകുതിരി, മണ്ണെണ്ണ വിളക്ക്, പെട്രോൾ മാക്സ്, എന്തിനു പറയുന്നത്, ടോർച്ച്, ഇതെല്ലാം തിരിച്ചു വരും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇരുണ്ട യുഗമാണല്ലോ വരാൻ പോണത്. അപ്പൊ അതെല്ലാം തിരിച്ചു വരും. അപ്പൊ അതിനൊക്കെ പ്രത്യേക പൈസ കണക്കിൽ കൂട്ടി വെച്ചിരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ഈ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട്. ഭരണമാറ്റം എന്തായാലും അടിപൊളിയായിരുന്നു. എന്തായാലും കോൺഗ്രസ് വന്നത് നന്നായി. ഇനിയിപ്പോ എല്ലാ കാര്യങ്ങളൊക്കെ നടക്കും. കുട്ടികളുടെ കാര്യമൊക്കെയാണ് അടിപൊളി. ഇനി സത്യം പറഞ്ഞാൽ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ ബുക്കും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊണ്ട് കൊടുക്കും. പക്ഷെ അടുത്ത വർഷമൊന്നേ ഉള്ളൂ. അതൊക്കെ കാര്യമാക്കണ്ടേ. ഇത് പിണറായി വിജയന്റെ ഭരണമൊന്നും അല്ലല്ലോ. പിണറായി വിജയൻ എന്തൊരു ഭരണ കാണിച്ചു വെച്ചത്. ഇനി നമ്മളെ സതീഷ് അണ്ണൻ കാണിച്ചു തരും ഭരണം. കണ്ടു നോക്ക് മക്കളെ, കണ്ടു നോക്ക്. കുനിഞ്ഞിന്ന് വിളക്ക് കൊളുത്തിയ അണ്ണ ഇനി എന്തൊക്കെ കാണാൻ കിടക്കണം നിങ്ങള്. അടിപൊളിയായിരിക്കും ഭരണം. മക്കളെ കണ്ടു നോക്ക്. പിണറായി, നിങ്ങള് പറയും പിണറായി എന്ത് പിണറായി, സതീശനാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വിളിച്ചു പ്രത്യേകിച്ച് കൂടെ ലീഗും ഉണ്ട്. എന്തായാലും മാഷാ അല്ലാ, കക്കല് മുക്കല് നക്കല്. സഖാക്കള് പണി തുടങ്ങി. ഭരണപക്ഷത്തിരിക്കുന്ന സഖാക്കളെക്കാൾ പ്രതിപക്ഷത്തിരിക്കുന്ന സഖാക്കളെ ഭയക്കണം. നമ്മളിതിലില്ല. നമ്മൾ വെറും കാഴ്ചക്കാരി മാത്രം.